ഇപ്പോൾ ഇതാണല്ലോ ട്രെൻഡിങ്, ഏത് സെൻറ്റാങ്കിളായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ. പെട്ടെന്ന് ചെയ്ത് തീരാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സ്കെച്ച് ബുക്കിലാണ് കേട്ടോ ചെയ്യണത്. ഇതുപോലെ സെൻറ്റാങ്കിളായിട്ടൊക്കെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അധികം സമയമൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ചെറിയ സ്കെച്ച് ബുക്കിലൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ആൻഡ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പരിപാടിയാണ്. ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന്, അതും കറക്റ്റ് സെൻറ്ററൊന്നും എടുക്കണമെന്നില്ല, അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നൊരു പോയിൻ്റിൽ നിന്ന് ഇതുപോലെ 4 സൈഡിലേക്കും കുറേ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെയുള്ള ആർട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് മൈൻഡിൽ വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെ പെർഫെക്റ്റ് ആക്കാം എന്നുള്ളതിലേക്ക് നമ്മൾ ഒരുപാട് സ്ട്രെസ് കൊടുക്കരുത്. ഇതിൻ്റെ ഔട്ട്കം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വരണമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ ലൈൻസും പെർഫെക്റ്റ് ആവണമെന്നോ ഒക്കെ നോക്കി ചെയ്യാതെ ജസ്റ്റ് നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് ഓരോ ലൈനിലേക്കും ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഒന്ന് കാമാക്കുന്ന, മൈൻഡ്ഫുൾ ആക്കുന്ന ഒരു പ്രാക്ടീസ് ആയിട്ടും കൂടെ നമുക്കിത് ചെയ്തു പോകാമെന്നുള്ളതാണ്. പിന്നെ ഈ സെൻറ്റാങ്കിൾ ആർട്ടിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഓൾറെഡി ട്രെൻഡിങ് ആണ്, കുറേ ക്രിയേറ്റേഴ്സൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്കറിയുന്നുണ്ടാവും. ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊന്നും കൂടെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കളർ ചെയ്തിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇടയ്ക്ക് മാത്രം വന്ന് എത്തി വെക്കുന്ന ഒരാളാണ് ഞാൻ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ടിട്ട് പോകും. അപ്പോൾ ഈ അനക്കില്ലാതെ കിടക്കുന്ന യൂട്യൂബ് ചാനലിനെ എങ്ങനെയെങ്കിലും ഒന്ന് ആക്റ്റീവ് ആക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് താഴെ നിങ്ങളുടെ പേര് കമൻ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ പേര് എഴുതാമെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോൻ്റെ എൻഡിങ്ങിൽ അതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അമയ, ലിയാന, ഈ 2 പേരുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അവർ ഈ വീഡിയോ കാണുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാണുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങളുടെ പേര് എഴുതി കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരുടെ പേര് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതേപോലെ എഴുതുന്നതായിരിക്കും. ആൻഡ് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. ഈവൻ ദോ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിലും ഓരോ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും അതെനിക്ക് അത്രത്തോളം വാല്യുബിളാണ്. അപ്പം അത്രേ ഉള്ളൂ. വൺസ് അഗെയിൻ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.